ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പാലുകാച്ചലായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാൻ പോകുന്നത്. പാലുകാച്ചൽ വ്ളോഗ് കാണുന്നതിന് മുമ്പ് നമുക്കൊന്ന് റിവൈൻഡ് അടിച്ചാലോ. ജനുവരി 28, 2024 നമ്മുടെ വീടിൻ്റെ കല്ലിടിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അച്ഛനായിരുന്നു അന്ന് അതിനെല്ലാം മുൻപിട്ട് നിന്നിരുന്നത്. വീടിൻ്റെ ആദ്യ കാലഘട്ട പണിയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് സ്ഥിരമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ആദ്യ കാലഘട്ട പണിയൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് നമ്മൾ ഈ വീടെന്ന സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയത്. അതിന് നമ്മളെ സഹായിച്ച ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. അവരെ നമ്മൾ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. സ്വന്തമായൊരു വീട് ഏതൊരു വ്യക്തിയുടെ പോലെയും നമ്മുടെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു. വീടിൻ്റെ കാര്യത്തിൽ പല ഘട്ടങ്ങളായിട്ട് നമുക്ക് പല അനുഭവങ്ങൾ, പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. എന്താ പറയുന്നത്, ഒരു സിനിമ ഡയലോഗ് പോലത്, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതും നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് വിശ്വസിക്കാം. അങ്ങനെ നമ്മുടെ 3D ഡിസൈൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നാളെയാണ് നമ്മുടെ വീടിൻ്റെ പാലുകാച്ചൽ കർമ്മം. നമ്മൾ വളരെ ലളിതമായിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. കാരണം അച്ഛൻ മരിച്ചിട്ട് 1 വർഷമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല അച്ഛൻ്റെ അമ്മ മരിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ ലളിതമായിട്ടാണ് ഈ ചടങ്ങ് നടത്തിയത്. അടുത്ത മാസം കർക്കിടകമായതുകൊണ്ട് തന്നെ നമുക്ക് മിഥുനത്തിൽ കയറണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് നടത്തിയത്. വീട് പണി നടക്കുമ്പോഴേ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇടണം എന്ന്. അതുകൊണ്ട് ലൈറ്റ്സിൽ മാത്രം നമ്മൾ ഒതുക്കി. അങ്ങനെ ഇതാ നമ്മുടെ പാലുകാച്ചൽ ദിവസം ഇങ്ങ് എത്തി. ജൂലൈ 13 ഞായറാഴ്ചയായിരുന്നു നമ്മുടെ പാലുകാച്ചൽ. ജൂലൈ 12 വൈകിട്ട് തന്നെ നമ്മൾ ഭഗവതി സേവയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ജൂലൈ 13 നമ്മൾ രാവിലെ ഗണപതി ഹോമവും നടത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി തൊഴുതു. അങ്ങനെ 9:30 കൂടി ചടങ്ങുകളെല്ലാം ആരംഭിച്ചു. വിളക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് അമ്മയാണ്. ആക്ച്വലി ഞാനൊരു ഫുൾ വ്ളോഗൊക്കെ നല്ല രീതിയിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. എൻ്റെ ഒരു കസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് സുഖമില്ലായിരുന്നു. അങ്ങനെ അവന് നേരത്തെ വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത വഴിയാണ് എനിക്ക് കുറച്ച് വീഡിയോസ് എങ്കിലും കിട്ടിയത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ചേട്ടൻ. വിളക്കിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു വിളക്ക് പിടിക്കുമ്പോൾ. എൻ്റെ കയ്യിലിരിക്കുമ്പോൾ അത് ചരിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ വീടിന് വലം വെക്കാൻ പോവാണ്. എൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ള് വിളക്കിലാണ്. വിളക്ക് കെടരുത്, വിളക്ക് സുരക്ഷിതമായിട്ട് എനിക്ക് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കണം. അതായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ. അതുകൊണ്ട് ആ ഫോട്ടോസിലൊക്കെ കണ്ടാലറിയാം ഞാൻ പേടിച്ചാണ് വിളക്കെടുത്തിരിക്കുന്നത്. ഈ വിളക്കൊക്കെ നമ്മൾ വാങ്ങിച്ചത് ഹരിപ്പാടുള്ള ഒരു രായപ്പൻ ചേട്ടൻ്റെ കടയിൽ നിന്നാണ്. അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വിളക്കിനൊക്കെ. ഇത് ഗണപതി വിളക്കായതുകൊണ്ട് തന്നെ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ നല്ലൊരു ഐശ്വര്യവും ഉണ്ട് ഈ വിളക്ക് കാണാൻ. അങ്ങനെ നമ്മളെല്ലാവരും വീടിന് വലമൊക്കെ വെച്ചിട്ട് വീട്ടിലേക്ക് കയറാൻ പോവാണ്. ഞാനാണെങ്കിൽ ചുറ്റും നടക്കുന്നതൊന്നും കാണുന്നില്ല. എൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ള് വിളക്കിലായിരുന്നു. അങ്ങനത്തെ താക്കോലൊക്കെ വെച്ച് ചേട്ടൻ കതവ് തുറന്നു. വലത് കാല് വെച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറി. വലതും ഇടതും വരെ കൺഫ്യൂഷനായിപ്പോയി വിളക്കിൻ്റെ കോൺസെൻട്രേഷൻ കൊടുത്തതുകൊണ്ട്. അങ്ങനെ എല്ലാ റൂമിലും കയറി ഇറങ്ങാനുള്ള നിർദ്ദേശം കിട്ടി. അങ്ങനെ എല്ലാ റൂമിലും കയറി ഇറങ്ങി. ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള സാധനം പിടിച്ചത് എൻ്റെ അമ്മയാണ്. ക്ഷീണിച്ചു പോയി. നമ്മൾ ഒരാഴ്ച കൊണ്ടാണ് ഈ ഹൗസ് വാമിംഗ് സെറ്റ് ചെയ്തത്.
13-ാം തീയതി ഒരു ഡേറ്റ് കിട്ടി, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുമായിരുന്നു. ആക്ച്വലി ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും നമുക്കിതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അച്ഛനാണോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മെയിൻലി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. A to Z കാര്യങ്ങൾ അച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത്. റീസെൻ്റായിട്ട് എൻ്റെ ചിറ്റയുടെ വീടിൻ്റെ ഹൗസ് വാമിങ് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടുവച്ച കാര്യങ്ങളും പിന്നെ അമ്മ അറേഞ്ച് ചെയ്ത് തന്ന കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പം നമ്മൾ വിചാരിച്ചതിലും നല്ല രീതിയിൽ നമ്മുടെ ഹൗസ് വാമിങ് നടന്നു. എൻ്റെ കേസിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന 99.9% കാര്യങ്ങളും അതുപോലെ നടക്കാറില്ല. പക്ഷേ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ അതിലും ഭംഗിയായിട്ട് നടക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പാല് കാച്ചാൻ വേണ്ടിയിട്ട് അടുപ്പിന് തീയൊക്കെ കത്തിച്ചു. അപ്പോൾ അത് കെടരുതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രാർത്ഥനയോടെ പാല് കാച്ചാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് വേണ്ടിയിട്ട് വന്നാലോ. ആക്ച്വലി ഇത്രയും വീഡിയോസ് എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ പാലുകാച്ചൽ വ്ളോഗൊന്നും ആക്കണ്ടെന്ന് കരുതിയിരുന്നത്, കാരണം എൻ്റെ കയ്യിൽ വീഡിയോ ഒന്നും ഇല്ലയെന്ന് കരുതിയിട്ട്. പക്ഷെ ഒരുപാട് പേരെന്നെ മോട്ടിവേറ്റ് ചെയ്തു. കുഴപ്പമില്ല, ഫോട്ടോസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് എന്ന് പറഞ്ഞ് ഒരുപാട് പേരെന്നെ മോട്ടിവേറ്റ് ചെയ്തു. അതാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാൻ കാരണം. എനിക്കറിയാം ഇതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. ഞാനൊരു അഹാന കൃഷ്ണ മോഡൽ വ്ളോഗൊക്കെയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ നടന്നില്ല. നമ്മുടെ വീണ്ടും കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ച് പണികളൊക്കെ പെൻഡിങ് ആണ്. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഹോം ടൂർ ചെയ്യാം. എന്നെ ഹോം ടൂർ ചെയ്യാൻ ഒരാൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. തലേദിവസം വരെ നമ്മൾ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രം ഇൻവൈറ്റ് ചെയ്തൊരു ചെറിയ ഫംഗ്ഷനായിരുന്നു ഇത്. അപ്പോൾ നമുക്കിനിയും കുറച്ച് ഫംഗ്ഷൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് വരാവേ.
ഇതാണ് നമ്മുടെ വീടിൻ്റെ 3D നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ 3D ഫോളോ ചെയ്താണ് നമ്മുടെ വീടിൻ്റെ ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്തത്. ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് 3D ഡിസൈൻ പോലെ തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.